തട്ടുകടകളിലും ഹോട്ടലിൽ നിന്നുമൊക്കെ നമ്മൾ കഴിക്കുന്ന ആ മനം മയക്കുന്ന മണവും കട്ടിയുള്ള ഗ്രേവിയും വറുത്തരച്ച ചിക്കൻ കറി വീട്ടിലുണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടാറില്ല. എന്നാൽ നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈ ചിക്കൻ കറിയുടെ റെസിപ്പി കണ്ടു നോക്കൂ. ചിക്കൻ കറി പല രീതിയിലും ചെയ്യാറുണ്ട്. എന്നാൽ നമ്മളിന്ന് തയ്യാറാക്കുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറി ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. വീഡിയോ ഫുള്ളും വാച്ച് ചെയ്യുക. ആദ്യം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടി ഇട്ട് അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ, കുറച്ച് കടുക്, കുറച്ച് മുളക്, പിന്നെ പെരുംജീരകം എല്ലാം ഇട്ട് കറിവേപ്പിലയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും 2 പച്ചമുളകും ഇട്ട് നന്നായിട്ട് അതിനെ വഴറ്റുക. കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം വഴറ്റുക. കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 ടൊമാറ്റോ അതിലേക്ക് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് അതും കൂടി നന്നായിട്ട് വഴറ്റുക. അതിങ്ങനെ അടുപ്പിൽ കിടന്ന് റെഡിയാവട്ടെ. അതിനിടയിൽ തൊട്ടടുത്ത അടുപ്പിലേക്ക് ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, നല്ല മുളക് ഇതെല്ലാം ഇട്ട് പെരുംജീരകവും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കുക. ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് അത് ഇതിലേക്കിട്ട് വറുത്തെടുക്കുക. കുറച്ച് നേരം വറുക്കണം, മൂക്ക വറുക്കുക. തേങ്ങ നന്നായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. തീ കുറച്ച് വെച്ച് നന്നായിട്ട് വറുക്കുക തേങ്ങ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്കിട്ട് അതും കൂടി വറുക്കുക. അതിനുശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ട് നന്നായിട്ട് വറുക്കുക. പൊടിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നവരെ വറുത്തതിന് ശേഷം ചീനിച്ചട്ടിയിൽ നിന്ന് കോരി മാറ്റുക. അത് തണുക്കാനായിട്ട് വയ്ക്കുക. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അതിനെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അതിനെ നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്തതിനെ നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളി പച്ചയ്ക്ക് അതിലേക്ക് ഈ അരപ്പിട്ട് കൊടുക്കുക. ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കുക. ഈ കൂട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇവിടെ. അതിന് ശേഷം ചിക്കൻ്റെ പീസുകൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ പകുതി വെന്തതിന് ശേഷം മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവൂ. ഇവിടെ വെന്തിട്ടുണ്ട്. അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും മസാലയും ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും വേവിക്കുക.
ചിക്കൻ നന്നായിട്ട് വെന്ത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നവരെ ചെറിയ തീയിലിട്ട് തിളപ്പിക്കുക. ഒരു 10-12 മിനിറ്റ് നേരം വരെ അതിനെ വേവിച്ചെടുക്കുക. ചെറിയ തീ കിടന്ന് നന്നായിട്ട് തിളച്ച് കുറച്ചുകൂടെ ഒന്ന് വറ്റും. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് വരെ ചെറിയ തീയിലിട്ട് അതിനെ വേവിക്കുക. ഈ രീതിയിൽ തേങ്ങ നന്നായി വറുത്ത് കറി ഉണ്ടാക്കി നോക്കൂ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല നാടൻ രുചിയും മണമുള്ള നല്ല വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.